ടു സൈലം SSC-RRB. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പോലെയുള്ള ടെക്നിക്കൽ കോഴ്സ് പഠിച്ചിട്ടുള്ള എല്ലാ ആസ്പിറൻസിന്റെയും വളരെ വലിയൊരു സ്വപ്നമാണ് അവർ പഠിച്ച സ്ട്രീമിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ എല്ലാവരും 5 വർഷമായി കാത്തിരുന്ന നമ്മുടെ RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോവാം. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റ് ആണല്ലോ. ഓൺലൈൻ അപ്ലിക്കേഷന്റെ ഡേറ്റ് ഓപ്പൺ ആവുന്നത് 30/7/2024 ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ഫീസ് അടച്ച് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് 29/8/2024 ഏകദേശം 1 month ടൈം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും വളരെ കൃത്യമായി അപ്ലിക്കേഷൻ നോക്കിയിട്ട് വേണം, കൃത്യമായി വായിച്ചു നോക്കിയിട്ട് വേണം ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. 1 മാസത്തെ സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ് മോഡിഫിക്കേഷൻ അഥവാ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഓൺലൈൻ അപ്ലിക്കേഷനിൽ ഒരു തെറ്റ് വന്നു പോയാൽ നമ്മളത് 30/8/2024 മുതൽ 8/9/2024 വരെയാണ് അപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. മാക്സിമം ഒരു തെറ്റും വരുത്താതെ അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ കറക്ഷൻ RRB ആയാലും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ എക്സ്ട്രാ അഡീഷണൽ പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, RRB JEE പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇത് 2 എണ്ണമാണ്. ഇതിൽ കെമിക്കൽ സൂപ്പർവൈസറിന്റെ പേ ലെവൽ വരുന്നത് 7 ആണ്. 44,900 രൂപയാണ് ഇനീഷ്യൽ പേ. ജൂനിയർ എഞ്ചിനീയർ ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA ആണെങ്കിൽ ലെവൽ 6 ആണ് വരുന്നത്. 35,400 രൂപയാണ് ഇനീഷ്യൽ പേ എന്ന് പറയുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇപ്രാവശ്യം. കോവിഡ് വന്നത് കാരണം നമുക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് കാര്യമാണ് ഈ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് അല്ലെ. കഴിഞ്ഞ വർഷങ്ങളിൽ 18 മുതൽ 33 വയസ്സ് വരെ ആയിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇപ്രാവശ്യം കോവിഡ് വന്ന കാരണം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിലാക്സേഷൻ ഓഫ് 3 years in age beyond prescribed age limit. അതായത് കോവിഡ് വന്ന കാരണം 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടി. ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 1/1/2025 18നും 36നും 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലാണ് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസി നോക്കിയേ. ഫസ്റ്റ് പോസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ സൂപ്പർവൈസർ ആ പോസ്റ്റിന് വരുന്നത് 17 വേക്കൻസിയാണ്. RRB ഖരഗ്പൂരിൽ മാത്രമാണ് ഈ വേക്കൻസി വരുന്നത്. നെക്സ്റ്റ് ജൂനിയർ എഞ്ചിനീയറിന്റെ വേക്കൻസി വരുന്നത് 7,934 ആണ്. 7,934 വേക്കൻസിയാണ്. 2 പോസ്റ്റും കൂടി 7,951 വേക്കൻസിയാണ് ടോട്ടൽ വരുന്നത്. നമ്മൾ 5 വർഷമായി കാത്തിരുന്ന പോസ്റ്റിന്റെ വേക്കൻസിയാണ്. വളരെ നല്ലൊരു വേക്കൻസിയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. നമുക്കിത് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നാലും എപ്പോഴും കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നതാണ്, മിസ് ഞാൻ ഫൈനൽ ഇയറിലാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പക്ഷെ RRB JEE നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ ഇയർ റിസൾട്ട്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആർ നോട്ട് എലിജിബിൾ. നിങ്ങൾ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ അല്ല. കാരണം നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, അടുത്ത വർഷം RRB JEE വരും അല്ലെ. ഇനി മുതൽ എല്ലാ വർഷവും RRB JEE ഉണ്ടാവുന്ന റെയിൽവേ ഓൾറെഡി ഡിക്ലെയർ ചെയ്തതാണ്. അപ്പൊ അടുത്ത വർഷം വീണ്ടും RRB JEE വരും, പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്ന എന്താണ്? ഒരു RRB മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാം RRB JEE എന്ന് പറയുന്നത് സോൺ വൈസ് നടത്തുന്ന എക്സാം ആണ് അല്ലെ. അപ്പൊ മൾട്ടിപ്പിൾ RRBയിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ RRBന്റെ സൈറ്റിൽ പോയി നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അപ്ലിക്കേഷൻ എന്താവും? റിജക്റ്റ് ആവുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ കൃത്യമായിട്ട് ഒരു RRB സെലക്ട് ചെയ്യുക, അനലൈസ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ RRBയിൽ അപ്ലൈ ചെയ്യുക. അല്ലാതെ മൾട്ടിപ്പിൾ RRBയിൽ പോയി അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ അപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവുന്നതാണ്. കൂടാതെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു RRB സെലക്ട് ചെയ്തു, അതിനെ പിന്നീട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് RRB സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മെഡിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏജ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മളടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT. ഫസ്റ്റ് CBT നമുക്കറിയാം, നമ്മുടെ സ്റ്റേജസ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് CBT 1 ആണ്, അതിനുശേഷം CBT 2 വരുന്നു അല്ലെ. അപ്പോ CBT 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ ആണ്. ഇത് ഫൈനൽ മാർക്ക് ഷീറ്റ്, ഫൈനൽ മാർക്കിൽ CBT 1 മാർക്ക് നോക്കില്ല. CBT 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിഫയിങ് നേച്ചർ ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT ഷാൽ നോർമലി ഡൺ അറ്റ് ദ റേറ്റ് ഓഫ്
15 times the number of vacancies. 15 times the number of vacancies of students നെ എന്ത് ചെയ്യുന്നുണ്ട്? CBT സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ the shortlisting for second stage CBT will be based on the merit of candidates in the first stage CBT as per reservation of vacancies as applicable. Okay, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, നോർമലൈസേഷൻ ഉണ്ടാവുന്നതാണ്. കാൻഡിഡേറ്റ്സ് ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കുക. കാരണം RRBയുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ മൊബൈൽ നമ്പർ വഴിയും ഇമെയിൽ ID വഴിയായിരിക്കും. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. നമ്മുടെ CBT 1 ആയാലും CBT 2 ആയാലും CBT 1 ആയാലും CBT 2 ആയാലും നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 മാർക്ക് 1/3 മാർക്ക് ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ അപ്ലിക്കേഷൻ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ 250 rupees അടച്ചിട്ട് വേണം നമ്മൾ അപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനായിട്ട്. അപ്പൊ മാക്സിമം ആരും തെറ്റ് വരുത്താനായിട്ട് സൂക്ഷിക്കുക. തെറ്റാരും വരുത്തത് RRB shall not entertain any representation of modification of the information. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വേക്കൻസീസ്. വേക്കൻസി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനി വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേക്കൻസി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് RRB JEക്ക് ഉള്ളതാണ്. CBT 1 CBT 2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ മെഡിക്കൽ എക്സാമിനേഷൻ RRB JEക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് CBT 1 CBT 2 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം നമുക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. A3 B1 B2 C1 നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിഷൻ എത്രയായിരിക്കണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നോക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏജ് ലിമിറ്റ് നമ്മുടെ കെമിക്കൽ സൂപ്പർവൈസർ ആയാലും ജൂനിയർ എഞ്ചിനീയർ ആയാലും 18 മുതൽ 33 വയസ്സ് വരെ ആയിരുന്നു നോർമൽ ആയിട്ട് വരുന്നത്. എന്നാൽ ഇപ്രാവശ്യം എന്ത് വന്നു? ഏജ് റിലാക്സേഷൻ വന്നു. ഏജ് റിലാക്സേഷൻ വന്നിട്ട് 18 മുതൽ 36 വയസ്സ് വരെ ആയിട്ടുണ്ട് ഏജ് എന്ന് പറയുന്നത്. അതായത് 3 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടി. അപ്പൊ 1/1/2025 ആവുമ്പോഴത്തേക്കും 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള അപ്പർ ഏജ് ലിമിറ്റും ലോവർ ഏജ് ലിമിറ്റും നമുക്ക് നോക്കാം. ഏജ് ഗ്രൂപ്പ് 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് UR അല്ലെങ്കിൽ EWS ആണെങ്കിൽ 2/1/1989 ശേഷം ജനിച്ചവരായിരിക്കണം ജനറൽ കാറ്റഗറി. OBC ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവരായിരിക്കണം. SSC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവരായിരിക്കണം. ലോവർ ഏജ് ലിമിറ്റ് ആകുമ്പോൾ ഓൾ കാൻഡിഡേറ്റ്സ്, എല്ലാ കാൻഡിഡേറ്റ്സിനും ലോവർ ഏജ് ലിമിറ്റ് സെയിം ആണ്. 1/1/2007 മുന്നേ ജനിച്ചവരായിരിക്കണം. 1/1/2007 മുന്നേ ജനിച്ചവരായിരിക്കണം. റെഡി ആണല്ലോ. ഇനി ഏജ് റിലാക്സേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ SC ST ആണെങ്കിൽ 5 വർഷമാണ് ഏജ് റിലാക്സേഷൻ. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 3 വർഷമാണ് ഏജ് റിലാക്സേഷൻ. എക്സ് സർവീസ് മാനും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ദാറ്റ് ഈസ് BTech. നമ്മുടെ BTech അല്ലെങ്കിൽ ഡിപ്ലോമ, ഏതൊക്കെ സ്ട്രീമിലാണോ RRB JE വിളിച്ചിട്ടുള്ളത് ആ സ്ട്രീമുകളിൽ BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക്, അല്ലെങ്കിൽ BSc ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റെഡി. ITI കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITI കഴിഞ്ഞിട്ടുള്ളവർക്ക് RRB JE പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. റെഡി. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഫീസ്, നമ്മുടെ എക്സാമിന്റെ ഫീസ് എന്ന് പറയുന്നത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് കാറ്റഗറീസ് മെൻഷൻ ബിലോ, അതായത് താഴെ മെൻഷൻ ചെയ്തിട്ടുള്ള കാറ്റഗറീസ് ഒഴികെ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പക്ഷേ
400 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT 1 കഴിയുമ്പോൾ 400 രൂപ റീഫണ്ട് ആവുന്നതാണ് ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. CBT 1 അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്ത് 400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. നെക്സ്റ്റ് SC ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് കാസ്റ്റ് ഇവർക്കൊക്കെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് എന്താണ്? 250 റുപ്പീസ് ആണ്. 250 റുപ്പീസ് ആണ്. അപ്പൊ EBC എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക്കലി ബാക്ക്വേർഡ് കാസ്റ്റ്, OBC ഓർ EWSുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 250 രൂപയാണ് എന്ത് പറയുന്നത്? 250 രൂപയാണ് നമ്മുടെ SC ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് ഓർ EBCക്ക് വരുന്നത് 250 രൂപയാണ്. അപ്പം ഈ പൈസയും എന്ത് ചെയ്യുന്നു? CBT 1 ശേഷം ഡിഡക്ട്, ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീ നമ്മൾ ഈ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ CBT 1 എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പൈസ തിരിച്ചു കിട്ടില്ല. CBT 1 അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതാണ്. നെക്സ്റ്റ് മോഡ് ഓഫ് പേയ്മെന്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI പേയ്മെന്റ് അങ്ങനെയുള്ള പേയ്മെന്റ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഫീ ക്യാൻ ബി പെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് ത്രൂ ഓൺലൈൻ മോഡ് മാത്രമേ ഉള്ളൂ. ഓഫ്ലൈൻ മോഡ് ഇതിന് ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റീഫണ്ട് നമ്മൾ പറഞ്ഞ പോലെ CBT 1 എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് റീഫണ്ട് കിട്ടുന്നത്. എന്തെങ്കിലും കാരണത്താൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടുന്നതല്ല. നെക്സ്റ്റ് വരുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമുക്ക് നോക്കാം. The selection of RRB once exercise shall be final. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു RRB സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്കത് മാറ്റാൻ സാധിക്കുന്നതല്ല. അപ്പൊ RRB സെലക്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഫോളോയിങ് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് എന്താണ്? CBT 1 ഉണ്ടായിരിക്കും, അതിനുശേഷം CBT 2 ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBTയിലാണ് നമ്മൾ ഏത് സ്ട്രീമാണ് അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBTയിലാണ്. അപ്പൊ നമ്മൾ എത്ര ടെക്നിക്കലി നോളജ് ഉള്ള ആളാണെങ്കിൽ പോലും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ആണ്, കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. അപ്പൊ നോൺ ടെക്നിക്കലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടുതലുള്ള ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന പോസ്റ്റാണ് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന പോസ്റ്റാണ്, ഡ്രീം പോസ്റ്റാണ്. അപ്പൊ അതിലേക്ക് എത്താനായി നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് ടെക്നിക്കൽ സൈഡ് വളരെ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗമാണ് നോൺ ടെക്നിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വീക്ക് ആയിട്ടുള്ളതും ഈ നോൺ ടെക്നിക്കൽ സൈഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ നോൺ ടെക്നിക്കൽ സൈഡ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള CBT 2 എഴുതാൻ നമ്മൾ ക്വാളിഫൈഡ് ആവുള്ളൂ, നമ്മൾ എലിജിബിൾ ആവുള്ളൂ. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്, നെക്സ്റ്റ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? SMS ഓർ ഇമെയിലോ അല്ലെങ്കിൽ RRB വെബ്സൈറ്റോ വഴി കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നതാണ്. ഏത് സ്റ്റേജിലായാലും നമ്മുടെ വെന്യൂ ചേഞ്ച് ഒന്നും RRB വളരെയധികം എന്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT എന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിനും കോമൺ ആണ്. കാരണം എന്താ? അത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. ഇപ്പൊ മെക്കാനിക്കൽ ആയാലും സിവിൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും എല്ലാവർക്കും CBT 1 എന്ന് പറയുന്നത് കോമൺ ആണ്. ദാറ്റ് ഈസ് 90 മിനിറ്റ്സ്. 90 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്സ് ആണ്. PW കാൻഡിഡേറ്റ്സിനാണെങ്കിൽ PW candidates accompanied with സ്ക്രൈബിനെ വെച്ച് എഴുതുന്ന PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ 120 മിനിറ്റ് ആണ് ടൈം വരുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു CBT 1 എന്ന് പറയുന്നത് ക്വാളിഫൈ നേച്ചർ ആണ്. പക്ഷെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/3 എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് CBT 1 സബ്ജക്ട്സ് നോക്കാം. മാത്സ് ഉണ്ട് 30 മാർക്കിന്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ആണ്. ഈച്ച് ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറയുന്നത് 30 ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ജനറൽ അവയർനെസ് 15 മാർക്ക്,
15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്. ജനറൽ സയൻസ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. അപ്പൊ മാത്സ് ആയാലും ജനറൽ സയൻസ് ആയാലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. മാത്സും ജനറൽ സയൻസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും 100 മാർക്കിനാണ് എക്സാം അല്ലെ. അപ്പൊ ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്കാണ് ലഭിക്കുന്നത്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്. ടൈം 90 മിനിറ്റ്സ് ആണ്. ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ്. അപ്പോൾ 1.5 മണിക്കൂറായിരിക്കും എക്സാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് CBT 2 പോകാം. CBT 1 കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വേക്കൻസിയുടെ 15 ടൈംസ് ആണ് CBT 2 എഴുതാനായിട്ട് ക്വാളിഫൈ ആവുന്ന കാൻഡിഡേറ്റ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. 160 മിനിറ്റ് നമ്മുടെ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതുകയാണെങ്കിൽ അവർക്ക് 160 മിനിറ്റ് ആണ് കിട്ടുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 ആണ്. ഓക്കെ, ടോട്ടൽ CBT 2 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 ആണ്. ഇതാണ് സിലബസ് വരുന്നത്. ഇതാണ്. ഓക്കെ, അപ്പൊ സബ്ജക്ട് നമുക്ക് ബ്രീഫ് ആയിട്ടുള്ളത് നോക്കാം. ജനറൽ അവയർനെസ് ആണെങ്കിൽ 15 മാർക്ക്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 15 ആണ്. നമ്പർ ഓഫ് മാർക്ക് 15 ആണ്. ഫിസിക്സ് കെമിസ്ട്രി 15 ആണ്. ഇവിടെ ബയോളജി പുറത്താവുന്നുണ്ട്. ബയോളജി ബയോളജി ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നേരത്തെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ജനറൽ സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ജനറൽ സയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ CBT 2 ആവുമ്പോഴത്തേക്കും എന്തായി? ഫിസിക്സ് കെമിസ്ട്രി മാത്രമായി. ജനറൽ അവയർനെസ് ഓൾറെഡി ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻസ് പുതിയൊരു അഡീഷൻ ആണ്. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അതും പുതിയ കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത് CBT 2. നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ എബിലിറ്റീസ്. അപ്പോൾ ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്. ഫിസിക്സ് കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻ 15 മാർക്ക്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. ടെക്നിക്കൽ എബിലിറ്റി 100 ക്വസ്റ്റ്യൻ. നമ്മുടെ ഇങ്ങനെയുള്ള RRB JEE പോലെയുള്ള എക്സാം എഴുതുന്ന ആൾക്കാരുടെ ഏത് സ്ട്രീമിലായാലും ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇതിന് അപ്പിയർ ചെയ്യുന്നത്. സോ ടെക്നിക്കൽ എബിലിറ്റി 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. അങ്ങനെ ടോട്ടൽ 150 മാർക്കിനാണ് എക്സാം. 150 മാർക്കിനാണ് എക്സാം എന്ന് പറയുന്നത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 120 ആണ്. റെഡി? അപ്പൊ ആർക്കൊക്കെയാണ് എക്സാം എഴുതാൻ പറ്റുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ BTech അല്ലെങ്കിൽ ഡിപ്ലോമ ITI പഠിച്ചിട്ടുള്ളവർക്ക് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നതല്ല. ടെക്നിക്കലി ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ BTech അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കോഴ്സുകളിൽ ഇപ്പൊ മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും സിവിൽ ആയാലും BTech അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് BSc കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് CMA, നമ്മുടെ CMA എക്സാമിന് BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വരുന്നു? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നു. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നു. അതിനുശേഷമാണ് പോസ്റ്റിംഗ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഒരു ക്ലിയർ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. JPG ഇമേജ് ആയിരിക്കണം. 30 മുതൽ 70 KB സൈസ്. ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 30 to 70 KB ആണ്. ഡാർക്ക് ആയിട്ടുള്ള ഗ്ലാസസോ ക്യാപ്പോ ഇടാനായിട്ട് പാടില്ല. ഓക്കെ, സ്കാൻഡ് JPG ഇമേജ് ഓഫ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഇൻ റണ്ണിങ് ഹാൻഡ് റൈറ്റ്. നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള സിഗ്നേച്ചറിന്റെ സൈസ് എന്ന് പറയുന്നത് 30 മുതൽ 70 KB ആയിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് RRBകളിലെ മലയാളികൾ പൊതുവെ അപ്ലൈ ചെയ്യുന്ന RRB ആണ് RRB ചെന്നൈ, RRB ബാംഗ്ലൂർ, RRB ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ വേക്കൻസീസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. RRB ചെന്നൈ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 652 വേക്കൻസിയാണ്. എല്ലാ പോസ്റ്റുകളും കൂട്ടി ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് RRB ചെന്നൈ 652 ആണ്. RRB തിരുവനന്തപുരം വരുന്നത് ടോട്ടൽ വേക്കൻസി
RRB തിരുവനന്തപുരത്തിന്റെ ടോട്ടൽ വേക്കൻസി എത്രയാണ്? RRB തിരുവനന്തപുരം ടോട്ടൽ വേക്കൻസി വരുന്നത് 121. RRB തിരുവനന്തപുരം ടോട്ടൽ വേക്കൻസി 121 എല്ലാ പോസ്റ്റുകളും നോക്കിയിട്ട്. RRB ബാംഗ്ലൂരു ടോട്ടൽ വേക്കൻസി വരുന്നത് 397 RRB ബാംഗ്ലൂരുവിന്റെ ടോട്ടൽ വേക്കൻസി വരുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് RRB മുംബൈ ആണ്. RRB മുംബൈയുടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 1377. അപ്പൊ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും 5 വർഷമായി കാത്തിരിക്കുന്ന എക്സാം ആണ് RRB JEE എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ കൃത്യമായി പഠിച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. പ്രോപ്പർ ആയിട്ട് പഠിക്കുക. നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ സ്വപ്നം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CBT 2 നമ്മൾ മാസ്റ്റർ ആണെങ്കിൽ ആ ഒരു നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റി കാണിക്കണമെങ്കിൽ, CBT 2 നമ്മൾ എത്തിച്ചേരണമെങ്കിൽ CBT 1 എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോൺ ടെക്നിക്കൽ സൈഡ് സ്ട്രോങ് അല്ലാത്ത നമ്മുടെ എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കാൻഡിഡേറ്റ്സിനെയും അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ സൈലം SSC RRB ഒരുക്കിയിട്ടുള്ള കോഴ്സാണ് നമ്മുടെ എഞ്ചിനീയേഴ്സ് എക്സ്പ്രസ് ബാച്ച് എന്നുള്ളത്. നമ്മുടെ എഞ്ചിനീയേഴ്സ് എക്സ്പ്രസ് ബാച്ചിലെ ക്ലാസ്സുകൾ ഓൾറെഡി റണ്ണിങ് ആണ്. ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്, ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ് ഇപ്പോഴും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോഴും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നമ്മുടെ ബാച്ചിന്റെ CBT 1 ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 3,999 rupees മാത്രമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമ്മുടെ കോഴ്സ് ആണ് സൈലം ടെക്നിക്കൽ എക്സാംസ് അവതരിപ്പിക്കുന്ന RRB ജൂനിയർ എഞ്ചിനീയർ CBT 1 CBT 2 കോഴ്സ് എന്ന് പറയുന്നത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിങ്ങിലുള്ള ആൾക്കാർക്കാണ്. ഈ സ്ട്രീമിലുള്ള ആൾക്കാർക്കാണ് ടെക്നിക്കൽ കോഴ്സസ് ഉണ്ടായിരിക്കുക. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 7,000 രൂപ മാത്രമാണ്. അഡ്മിഷൻ സ്റ്റിൽ ഓപ്പൺ ആണ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എല്ലാവരുടെയും സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.